മാലി ഭാഗം 39. എക്സ്ക്യൂസ് മീ. ശിവയെ അവൾ തട്ടി വിളിച്ചു. എന്താടോ? പെട്ടെന്നുള്ള വിളിയിൽ അവനൊന്ന് ഞെട്ടി. ആ ഞെട്ടൽ പുറത്ത് കാണിക്കാതെ തന്നെ അവളോട് സംസാരിച്ചു. എന്നെ തന്നെ നോക്കിയിരിക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ തന്റെ സൗന്ദര്യം ആസ്വദിച്ചതൊന്നുമല്ല. അതാ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലായി സൗന്ദര്യം ആസ്വദിച്ചതേയില്ല എന്ന്. അവൾ അവനെ ഒന്ന് ആക്കി പറഞ്ഞു. ഞാൻ ഇറങ്ങുക. ഓക്കെ. ഒട്ടും റൊമാൻറ്റിക് അല്ലല്ലോ. എന്തേലും പറഞ്ഞിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ല. പോയിട്ട് വരാം. അതെ, ഇത് അത്രയ്ക്ക് നല്ല സ്ഥലമല്ല പോയിട്ട് വരാമെന്ന് പറയുന്നത്. ഓ സോറി. അപ്പോൾ ഞാൻ ഇറങ്ങുക. ശരി. അങ്ങനെ ശിവ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് സ്റ്റേഷനിലേക്ക് തന്നെയാണ് അവൻ പോയത്. ഗായത്രി ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി. മീരയും കൂട്ടി പുറത്തൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒത്തിരി സമയമായി. ഇത്രയും നേരമായിട്ടും നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് നീ എന്നോട് പറഞ്ഞില്ല. നീ കരുതും പോലെ അത്രയ്ക്ക് നല്ലവനല്ല അജു. ഇപ്പൊ അജുവിന്റെ കാര്യം പറയാൻ അജു നിന്നോട് എന്തെങ്കിലും മോശമായി പെരുമാറിയോ? അതേടി. എന്താ കാര്യം? നീ തെളിച്ചു പറഞ്ഞേ. എനിക്ക് 2 മാസം മുൻപ് ഒരു റോങ് നമ്പറിൽ നിന്നും കോൾ വന്നിരുന്നു. അന്ന് ഞാനത് ക്ലിയറായി സംസാരിച്ചു വെച്ചതാണ്. പിന്നെയും അയാളിൽ നിന്ന് കോൾ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം കോൾ വന്നപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു. അങ്ങനെ പയ്യെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. വാട്സപ്പിൽ മെസ്സേജ് അയക്കൽ പതിവായി. ഒരു ദിവസം ഞാൻ അയാളോട് ഫോട്ടോ ചോദിച്ചു. എന്നാൽ അത് അയാൾ തരില്ല എന്ന് പറഞ്ഞു. നേരിൽ കാണുന്ന സുഖം ഫോട്ടോയിൽ കിട്ടില്ല എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. ഞാനും അത് ശരിവെച്ചു. അങ്ങനെ ഒരു ദിവസം എന്നെ നേരിൽ കാണണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. അപ്പോൾ പുള്ളിയുടെ പേര് നിന്നോട് പറഞ്ഞിട്ടില്ലേ? മനു എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് എന്നോട് ഇവിടുത്തെ നിള പാലസ് ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞു. ഞാനും ആളെ കാണാനുള്ള തിടുക്കം കൊണ്ട് ഒന്നും ചിന്തിക്കാതെ അവിടേക്ക് പോയി. അവിടെ ഒരു റൂമിലാണ് അയാൾ എന്നെ വിളിച്ചത്. എന്നാൽ റൂമിന്റെ ഡോറിന്റെ പകുതി തുറന്നിരിക്കുന്നതായതുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചു. മനുവിനെ കാണാനുള്ള ആകാംക്ഷ കാരണം ഞാൻ ആ റൂമിന്റെ ഡോറിൽ കൂടി നോക്കിയപ്പോൾ കണ്ടത് അജുവിനെയാണ്. അവിടെ അജുവിനെയാണ് നീ കണ്ടത്. ഓക്കെ. പക്ഷേ ഫോൺ വിളിച്ചത് അവനാണെന്ന് എന്താ ഉറപ്പ്? ഒരു ദിവസം യാദൃശികമായി അജുവിന്റെ ഫോൺ എനിക്ക് കിട്ടിയിരുന്നു. ഞാൻ അന്ന് എൻ്റെ ഫോണിൽ നിന്നും ആ നമ്പറിലേക്ക് കോൾ ചെയ്തപ്പോൾ അജുവിൻ്റെ ഫോണിലേക്കാണ് കോൾ പോയത്. ഇത്ര നാളായിട്ടും നിന്നോട് അവൻ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്തിരുന്നോ? മനുവാണ് അജു എന്നറിഞ്ഞ നിമിഷം മുതൽ അവൻ എന്താണ് ഇനി പറയുന്നതെന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഒരു ദിവസം അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് ഞാനതിന് ഒന്നും ഇതുവരെ പറഞ്ഞില്ല. ഇതിനാണോ നീ കരഞ്ഞത്? അതിനൊന്നുമല്ലടി. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ അനിയത്തിയുടെ കോളേജിലെ ഫീസ് കൊടുക്കണം. 50,000 രൂപയാണ്. അത് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അതോർത്താണ് ഇത്രയും പൈസ 2 ദിവസം കൊണ്ട് ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കും? ഈ കാര്യത്തിനാണോ നീ ഇരുന്ന് കരഞ്ഞത്? നീ വിഷമിക്കണ്ട, ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. സാലറി കിട്ടാൻ ഇനിയും സമയമായിട്ടില്ല. കടമായിട്ട് തരുവാണെങ്കിൽ മതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. ഇത് നിനക്ക് ഞാൻ തരുന്നതൊന്നുമല്ല, എൻ്റെ അനിയത്തിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നതെന്ന് മാത്രം. അവൾ എൻ്റെയും കൂടി അനിയത്തിയല്ലേ, അപ്പോൾ നീ അതിനെ അങ്ങനെ കാണാവൂ. എടി, അപ്പോൾ അജുവിൻ്റെ കാര്യം? അവൻ ഇനി എന്ത് വിളിച്ചാലും പറഞ്ഞാലും അതെന്നോട് പറയണം. ശിവ പറഞ്ഞപ്പോഴും ഞാൻ അവനെ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ നീ കൂടെ ഇങ്ങനെ പറയുകയാണെങ്കിൽ അവൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്. അതെന്തായാലും കണ്ടുപിടിക്കണം. സോറി, ഇങ്ങനെയൊക്കെ വന്നപ്പോഴേ ഞാൻ ഇതെല്ലാം നിന്നോട് പറയേണ്ടതായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ പിന്നെ നിനക്ക് പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി ഇറങ്ങിക്കോട്ടെ. ഗായത്രി അന്ന് വീട്ടിൽ ചെന്നിട്ടും അവളുടെ മനസ്സിൽ അജുവിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അവൻ എന്തിനാണ് മീരയോട് കള്ളം പറഞ്ഞതും അവളെ വിളിച്ചതും എന്നൊക്കെയായിരുന്നു അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഉറങ്ങാൻ സമയമായിട്ടും പാറുവിനെ റൂമിൽ കാണാത്തത് കൊണ്ട് ഗായത്രി പാറുവിനെ അന്വേഷിച്ച് അപ്പച്ചിയുടെ റൂമിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് അപ്പച്ചിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പാറുവിനെയാണ്. പാറു, നീ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ കിടക്കുക. തൻ്റെ അടുത്ത് നിന്ന് ഒരു ദിവസം പോലും മാറിക്കിടക്കാത്ത കൊച്ചായിരുന്നു പാറു. ഇപ്പൊ കണ്ടില്ലേ, സ്വന്തം അമ്മയെ പോലും വേണ്ട, അച്ഛമ്മയെ മതി കുട്ടിക്ക്. എന്താ പെട്ടെന്ന് അപ്പച്ചിയുടെ കൂടെ കിടക്കാമെന്ന് പറയുന്നത്? ഒരു ദിവസം പോലും എൻ്റെ അടുത്ത് നിന്ന് മാറിക്കിടക്കാത്ത ആളായിരുന്നല്ലോ നീ. പാറു ബെഡിലേക്ക് എഴുന്നേറ്റിരുന്നു കൊണ്ട് ഗായത്രിയോട് പറഞ്ഞു. എനിക്കിഷ്ടമുള്ള കഥകളെല്ലാം പറഞ്ഞു തരും. ചേച്ചി ഇവിടെ കൂടെ കിടക്കുകയാണെങ്കിൽ അതൊന്നും പറഞ്ഞു തരത്തില്ലല്ലോ. അതിന് എനിക്ക് കഥയൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. അതാ ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ കിടക്കുകയാണെന്ന്. ഒരു ദിവസം ഒന്ന് മാറിക്കിടന്നപ്പോഴേക്കും എന്നെ വേണ്ടല്ലേ?
ഗായത്രിക്ക് വിഷമമായി പാറുവിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായ ശോഭന പാറുവിനോട് സംസാരിക്കാൻ തുടങ്ങി. എന്താ മോളെ, ചേച്ചിയോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? അതിന് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഇവിടെ കിടക്കുമല്ലേ എന്നല്ല പറഞ്ഞോളൂ. ഇനിയൊന്നും പറയണ്ട അപ്പച്ചി, അവൾക്ക് ഇവിടെ കിടക്കാനാ താല്പര്യമെങ്കിൽ ഇവിടെ കിടന്നോട്ടെ. അത്രയും പറഞ്ഞ് ഗായത്രി റൂമിലേക്ക് പോയി. അപ്പച്ചി, ചേച്ചിക്ക് വിഷമമായോ? പിന്നെ ആയി കാണില്ലേ? അപ്പച്ചി. റൂമിലേക്ക് പോയ ഗായത്രി അതേപോലെ തന്നെ തിരിച്ച് അവരുടെ റൂമിലേക്ക് വന്നു. എന്താ മോളെ? നാളെ രാവിലെ ഇവിടുത്തെ അമ്പലത്തിലൊന്ന് പോയാലോ? ഇവിടെ വന്നിട്ട് ഇതുവരെ ഒരു അമ്പലത്തിലും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അതിനെന്താ, നമുക്ക് പോകാലോ. എന്നാ ശരി. ഗായത്രി തിരിഞ്ഞു നടന്നതും അമ്മേ. ഗായത്രി അവിടെ തന്നെ നിന്നു, പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. എന്നോട് പിണക്കമാണോ? ഞാനെന്തിനാ തന്നോട് പിണങ്ങുന്നത്? ഗായത്രി കുറച്ച് ഗൗരവത്തിൽ തന്നെ പാറുവിനോട് പറഞ്ഞു. പാറു പെട്ടെന്ന് തന്നെ ഗായത്രിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ടോപ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കൊഞ്ചി സംസാരിക്കാൻ തുടങ്ങി. സോപ്പിടുന്ന സമയത്താണല്ലോ ഈ അമ്മ വിളിയൊക്കെ വരുന്നത്. സോറി ചോദിക്കാൻ നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞത് വിഷമമായി എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കഥ കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ്. അമ്മയ്ക്ക് അറിയില്ലേ അത്? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞത്. എന്നോട് പിണങ്ങല്ലേ, എനിക്കത് മാത്രം പറ്റില്ല. ഗായത്രി പാറുവിനെ എടുത്തു. എനിക്ക് നിന്നോട് ഒരു പിണക്കവുമില്ല. നിനക്ക് ഇവിടെ കിടക്കാനാ താല്പര്യമെങ്കിൽ നീ ഇവിടെ കിടന്നോ. വേണ്ട, ഞാൻ അമ്മയുടെ കൂടെ തന്നെ കിടക്കുക. സാരമില്ല, എന്റെ പാറുക്കുട്ടൻ ഇവിടെ തന്നെ കിടന്നു. ഹാപ്പി ആയിട്ട് തന്നെയല്ലേ പറയുന്നത്? അതെല്ലോ, ഹാപ്പി ആയിട്ട് തന്നെയാ പറയുന്നത്. ഗായത്രി അവളുടെ കവിളിൽ വാത്സല്യം നിറഞ്ഞൊരു ഉമ്മ കൊടുത്തു. പാറു തിരിച്ചു അതേപോലെ ഒരു ഉമ്മ ഗായത്രിക്കും കൊടുത്തിരുന്നു. മോള് ഉറങ്ങിക്കോ, ചേച്ചി പോട്ടെ. ഗായത്രി പാറുവിനെ ബെഡിലേക്ക് കിടത്തി തന്റെ റൂമിലേക്ക് പോയി കിടന്നു. ഒരുപാട് നേരമായിട്ടും ശിവയെ കാണാത്തത് കൊണ്ട് അവൾ ബെഡിലേക്ക് എഴുന്നേറ്റിരുന്നു. ഇതെന്താ ഇത്രയും ലേറ്റ് ആകുന്നത്? ഇത്രയും ലേറ്റ് ആകാറില്ലല്ലോ, ഇന്ന് എന്തു പറ്റി? അവൾ ഫോൺ എടുത്ത് സമയം നോക്കി. 11 മണി കഴിഞ്ഞിരുന്നു. അവനെ വിളിക്കണോ വേണ്ടായോ എന്ന് മടിച്ച് ലാസ്റ്റ് വിളിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അവന്റെ നമ്പർ ഡയൽ ചെയ്തു കോൾ കൊടുക്കാൻ പോയതും ഡോർ തുറന്ന് ശിവ റൂമിലേക്ക് കയറിയതും പെട്ടെന്ന് തന്നെ ഗായത്രി ഫോൺ ബെഡിലേക്ക് വെച്ചു. ഇന്നെന്താ ഇത്രയും ലേറ്റ് ആയത്? ഇറങ്ങാൻ സമയമായപ്പോഴാണ് ഒരു വെട്ടുകേസ് വന്നത്. പിന്നെ അതിന്റെ പുറകിലായി. ഇത്രയും സമയമായപ്പോൾ ഒന്ന് വിളിക്കാമായിരുന്നു. ഗായത്രി വിഷമത്തോടെ അവനോടായി പറഞ്ഞു. എന്റെ കോൾ പ്രതീക്ഷിച്ചിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ചോദിച്ചാൽ? ഇത്രയും ലേറ്റ് ആകുമ്പോൾ വീട്ടിലുള്ള ആരെയെങ്കിലും വിളിച്ചൊന്ന് പറഞ്ഞുകൂടെ? ലേറ്റ് ആയിട്ടേ വരത്തുള്ളെന്നോ? വീട്ടിലിരിക്കുന്നവർക്ക് സമാധാനത്തോടെ ഇരിക്കാലോ. ഇവിടെയുള്ളവർക്കെല്ലാം അറിയാലോ ഞാൻ ചെയ്യുന്ന ജോലി എന്താണെന്ന്. അപ്പോൾ പിന്നെ എത്രയൊക്കെ സമയം ലേറ്റ് ആകുമെന്നും അവർക്കും അറിയാം. വഴക്കുണ്ടാക്കാൻ ഞാനില്ല. ഞാൻ വഴക്കുണ്ടാക്കാൻ പറഞ്ഞതല്ല, ഗായത്രിയോട് കാര്യമായിട്ട് പറഞ്ഞത്. ഓ ശരി. ശിവ ഒന്നും പറയാൻ നിൽക്കാതെ ഫ്രഷ് ആവാൻ വേണ്ടി പോയി. ഫ്രഷായി തിരിച്ചെത്തിയപ്പോൾ ഗായത്രി കിടന്നിരുന്നു. അവൻ ഗായത്രിയുടെ അരികിലേക്ക് ചെന്നിരുന്നു. അവളെ തട്ടി വിളിച്ചു. ഡോ, എന്താടോ? അവൾ കണ്ണു തുറക്കാതെ തന്നെ അവനോട് ചോദിച്ചു. കിച്ചണിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടാകുമോ? അവൻ അങ്ങനെ ചോദിച്ചതും പെട്ടെന്ന് തന്നെ ഗായത്രി ചാടി എഴുന്നേറ്റിരുന്നു. അപ്പോൾ ഒന്നും കഴിച്ചില്ലേ? ഇല്ല, ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം കേസുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല. എന്നാ വാ, എഴുന്നേൽക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് ഗായത്രി അവനെയും വിളിച്ച് കിച്ചണിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഫുഡെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവളെല്ലാം ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് ചൂടാക്കി അവന് കൊടുത്തു. കഴിക്കുന്നതിനിടയിൽ ഗായത്രിയോട് അവൻ ചോദിച്ചു, പാറുമോൾ എവിടെ? അവൾ അപ്പച്ചിയുടെ റൂമിൽ കിടക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ മാറിക്കിടക്കുന്ന കൂട്ടത്തിലൊന്നും അല്ലായിരുന്നല്ലോ. അപ്പച്ചി കഥയൊക്കെ പറഞ്ഞു കൊടുക്കും, അത് കേട്ട് കിടക്കും. അതുകൊണ്ടാ ഞാൻ ഇന്ന് വിളിച്ചിട്ടും എൻ്റെ കൂടെ വന്നില്ല. അതെന്തായാലും കാര്യമായി. എന്താ? കുറച്ച് മോരെടുക്കാൻ പറഞ്ഞതാ. ആ. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവൻ കഴിച്ച പ്ലേറ്റും കഴുകി വെച്ച് റൂമിലേക്ക് പോയി. തുടരും. ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.